الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون من ذا الذي يقرض الله قرضا حسنا فيضاعفه له أضعافا كثيرا والله يقبض ويبسط وإليه ترجعون. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് ആദ്യമായി സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഹിജ്റ വർഷം 1446 പ്രതീക്ഷിച്ചിരിക്കുകയാണ് നമ്മൾ. അള്ളാഹു പവിത്രമാക്കിയ മുഹറം മാസത്തെയും നമ്മൾ കാത്തിരിക്കുകയാണ്. അറബി വർഷം, ഹിജ്റ വർഷം, അതിന്റെ ഒരു പുതിയ വർഷം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായും ചില കാര്യങ്ങൾ സ്വയം ഓർത്തെടുക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യൽ അനിവാര്യമാണ്. കഴിഞ്ഞ ഒരു വർഷം എന്തായിരുന്നു എന്ന് മനസ്സുകൊണ്ടൊന്ന് ഉറ്റാലോചിക്കുവാനും ജീവിതത്തെ ഒന്ന് ശ്രദ്ധയോടുകൂടി തിരിഞ്ഞു നോക്കുവാനുമുള്ള അള്ളാഹു നൽകിയ ആയുസ്സിന്റെ സന്തോഷമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന ചില സംഗതികളും ഉണ്ടാവാറുണ്ട്. അത് ഏറ്റവും പ്രയോജനപ്രദമായ കാര്യങ്ങൾ പാഴായി പോകുമ്പോഴാണ് വേദന കൂടുക. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഒരു ഡ്രം വെള്ളം വെറുതെ അനാവശ്യമായി ഒഴുക്കിക്കളയുന്ന ഒരാളെ കാണുമ്പോൾ അതിന്റെ പ്രയോജനങ്ങൾ മനസ്സിലാക്കി അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരാളാണെങ്കിൽ വലിയ വിഷമം ആ ഒരു ഡ്രം വെള്ളത്തെക്കുറിച്ച് അയാൾക്കുണ്ടാകും. കാരണം ദാഹജലം ലഭിക്കാത്ത കുറെ മനുഷ്യർ ഈ ലോകത്തുണ്ട്. തന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം തികയാതെ കഷ്ടപ്പെടുന്നവർ ഉണ്ട്. ഈ വെള്ളത്തെ ഞാൻ എന്തിനു വെറുതെ കളയണം? ഒന്ന് ചുരുങ്ങിയത് അലക്കാനെങ്കിലും, അല്ലെങ്കിൽ നാൽക്കാലികൾക്കെങ്കിലും, അല്ലെങ്കിൽ ചെടികൾക്കെങ്കിലും പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഒഴുക്കിക്കളയാമായിരുന്നോ എന്ന് ചിന്തിക്കും. പലപ്പോഴും പ്രയോജനം അറിയാത്തവന് യാതൊരു വിഷമവും തന്റെ ജീവിതത്തിൽ
ഇത്തരം നന്മകൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണ്? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടത്. അത് പാഴായി പോവുക എന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. നമ്മൾ ജീവിതം എന്നതിനെ കുറിച്ച് എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ജീവിതം എന്നുള്ളത് ആയുസ്സിനെയാണ് നമ്മൾ പറയാം. നമുക്ക് ലഭിച്ച ആയുസ്. ആയുസ് എന്നുള്ളത് കേവലം വർഷങ്ങൾ ചേർന്നത് മാത്രമാണ്. വർഷം എന്നുള്ളത് മാസങ്ങളാണ്. മാസം എന്നത് കേവലം 4 ആഴ്ചകൾ ചേർന്നതാണ്. ആഴ്ചകളെ നമ്മൾ കണക്ക് കൂട്ടുന്ന ദിവസങ്ങളിലേക്കാണ്. ദിവസം എന്നത് മണിക്കൂറുകൾ മാത്രമാണ്. മണിക്കൂർ കേവലം മിനിറ്റുകൾ മാത്രമാണ്. മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. ഈ 60 സെക്കൻഡ് ചേരുമ്പോഴാണ് ഒരു മിനിറ്റ് ഉണ്ടാവുന്നത്. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഒന്നുകൂടി ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്ക്. ഒരു ദിവസത്തിൽ 1 മണിക്കൂർ ഒരു മനുഷ്യൻ വെറുതെ കളയുന്നുവെങ്കിൽ വർഷത്തിൽ 15 ദിവസം, 24 മണിക്കൂറുള്ള 15 ദിവസം അവന് നഷ്ടപ്പെട്ടു എന്നാണ് അർത്ഥം. ഒരാളുടെ ജീവിതത്തിൽ 4 മണിക്കൂർ അയാൾ നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അയാൾ വർഷത്തിൽ 2 മാസം നഷ്ടപ്പെടുത്തി എന്നാണ് അർത്ഥം. ഒന്ന് കൂട്ടി നോക്ക്. എത്ര വലിയ നഷ്ടമാണ് ജീവിതത്തിൽ ഈ ഒരു കണക്കുകൂട്ടലില്ലായ്മ കൊണ്ട്, അശ്രദ്ധ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത്. വിശ്വാസികളെ, നമ്മൾ വളരെയധികം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. ആയുസ് എന്ന് പറയുന്നത് കേവല സെക്കൻഡുകളാണ്. അതിനെക്കുറിച്ച് തന്റെ പോക്കറ്റിലുള്ള കോടിക്കണക്കിന് രൂപയേക്കാൾ മൂല്യമുള്ളതാണ് ഒരു സെക്കൻഡ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ഒരു വിശ്വാസി ശ്രദ്ധയുള്ളവനും ജാഗ്രതയുള്ളവനും കാഴ്ചപ്പാടുള്ളവനും ജീവിതത്തെ നന്നായി നോക്കിക്കാണുന്നവനും ആയി മാറുക. അത്തരം ആളുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പൊ ആയുസ് എന്താണ്? ആ ആയുസ് എത്രയാണ് നമുക്കറിയോ? ഇല്ല. വലികുല്ലി ഉമ്മത്തിൻ അജ്ലുൻ ഫഇദാ ജാഅ അജ്ലുഹും ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ. എല്ലാ ഉമ്മത്തിനും അള്ളാഹു അജ്ജല് നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു അവധി. ആ അവധി എത്തിയാൽ അവൻ വിചാരിച്ചിട്ടോ അവർ വിചാരിച്ചിട്ടോ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖദിമൂൻ, ഒരു സെക്കൻഡ്, നിമിഷാർദ്ധം പോലും അവനെ മുന്തിക്കുവാനോ പിന്തിക്കുവാനോ സാധ്യമല്ല. അത് അവസാനിച്ചു പോകും. എത്ര ശ്രമിച്ചാലും നിലനിർത്താൻ കഴിയാത്തത്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ഉത്തരം നമ്മളുടെ അടുത്തുണ്ട്. ജീവിതം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാക്കി തീർക്കുക എന്നതാണ്. റഹ്മാനായ റബ്ബ് എങ്ങനെയാണോ എന്നോട് ജീവിക്കാൻ പറഞ്ഞത് അത് പ്രകാരം ഞാൻ ജീവിക്കുക എന്നത് മാത്രമാണ് അതിന് പരിഹാരമുള്ളത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകിയിട്ടുള്ള ജീവിതം എന്ന സൗഭാഗ്യം, ആയുസ് എന്ന സൗഭാഗ്യം, സമയമെന്ന സൗഭാഗ്യം, അതിൽ നിന്ന് അല്ലാഹു നമ്മളോട് കടമായി ചോദിക്കാൻ, നമുക്ക് നൽകിയതിനു ശേഷം അതിൽ നിന്ന് നീ എനിക്ക് കടം കൊണ്ടാ. എങ്ങനെ? അള്ളാഹു പറഞ്ഞത് പ്രകാരം ജീവിച്ചുകൊണ്ട് കാണിച്ച് നീ എനിക്ക് കടമായി കൊണ്ടാ. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന, അള്ളാഹുവിന് ഉത്തമമായ കടം നൽകുന്നവൻ ആരുണ്ട്? റഹ്മാനായ റബ്ബിന് തന്റെ ജീവിതം കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ ശരിയാവണ്ണം അനുസരിച്ച് ഒരു നല്ല മനുഷ്യനായി ജീവിച്ച് അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ ആരുണ്ട്? റഹ്മാനായ റബ്ബ് പറയാണ്, നീ കടം നൽകിയാൽ എങ്കിൽ അള്ളാഹു അതവന് അനേകം ഇരട്ടികളായി തിരിച്ചു നൽകും. നാളെ പരലോകത്ത് സ്വർഗം നൽകും. വല്ലാഹു യഖ്ബിളു വയബ്സുത്ത്, അള്ളാഹുവാണ് ധനം പിടിച്ചു വെക്കുന്നവനും ധനം വിട്ടുകൊടുക്കുന്നവനും അള്ളാഹുവാണ്. നോക്കൂ നിങ്ങൾ, ആയുസിനെ കുറിച്ച് പറഞ്ഞ് റഹ്മാനായ റബ്ബ് ഈ ദുനിയാവിൽ മനുഷ്യന്റെ അത്യധ്വാനത്തെ കുറിച്ച് പറയണേ. നീ അധ്വാനിക്കുന്ന, നീ ആഗ്രഹിക്കുന്ന, നീ ഇഷ്ടപ്പെടുന്ന, നീ സമ്പാദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കാര്യമുണ്ടല്ലോ, അത് നീ ചിലപ്പോ വിചാരിച്ചിട്ട് കാര്യമില്ല. റഹ്മാനായ റബ്ബാണ് അത് വിശാലതപ്പെടുത്തുക. ചില ആളുകൾക്ക് അള്ളാഹു വിശാലമായി കൊടുക്കും.
റഹ്മാനായ റബ്ബാണ് അത് ചുരുക്കി കൊടുക്കുക. അത് അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. തിരിച്ചറിഞ്ഞാൽ മതി. എനിക്ക് അള്ളാഹ് ഇങ്ങനെ തന്നിട്ടുള്ളൂ. റഹ്മാനായ റബ്ബ് ഇങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നോട് പരിശ്രമിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് നാം കൊടുക്കണം. വ ഇലൈഹി, റഹ്മാനായ റബ്ബിലേക്ക് തന്നെയാണ് തുർജഊൻ, നിങ്ങൾ മടക്കപ്പെടുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, നാം ചരിത്രത്തിൽ എപ്പോഴും കേൾക്കുന്ന ഒരു ചരിത്ര സംഭവമുണ്ട്. അത് സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണെന്നറിയോ? അദ്ദേഹം മക്കയിലേക്ക് വന്നത് ദരിദ്രനായിക്കൊണ്ടാണ്. അദ്ദേഹം കച്ചവടം ചെയ്തു, ധാരാളം സമ്പാദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്നപ്പോ റഹ്മാനായ റബ്ബിൽ വിശ്വസിച്ച് പ്രവാചകന്റെ അനുചരനായി മാറി. അങ്ങനെ മക്കത്ത് ജീവിക്കാൻ പ്രതിസന്ധി നിറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി പറഞ്ഞു. അക്കൂട്ടത്തിൽ സുഹൈബ് റളിയല്ലാഹു അൻഹു പോകാൻ തനിക്ക് തന്റെ ജീവിതത്തിൽ കിട്ടിയ കച്ചവടത്തിലൂടെ സമ്പാദിച്ച അന്നത്തെ കാലത്തുള്ള വലിയൊരു സമ്പാദ്യം അദ്ദേഹം തന്റെ കൂടെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷേ ഖുറൈശികൾ തടുത്തു വെച്ചു. എന്നിട്ട് പറഞ്ഞു, സുഹൈബ്, നീ ദരിദ്രനായിട്ടാണ് ഞങ്ങൾ എടുത്തു വന്നത്. ഞങ്ങളെ നാട്ടിൽ ജീവിച്ചിട്ടാ ഈ സമ്പത്തൊക്കെ നീ ഉണ്ടാക്കിയത് അല്ലേ? നീ വേണമെങ്കിൽ പോയിക്കോ, ഞങ്ങളെ സമ്പത്ത് കൊണ്ടുപോകാൻ പറ്റൂല. സുഹൈബ് റളിയല്ലാഹു അൻഹു അവരോട് കലഹിക്കാനോ അവരോട് പ്രയാസമുണ്ടാക്കുവാനോ അവർ ചെയ്തത് ശരിയാണ് തെറ്റാണ് ഒന്നിനും നിന്നില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പോകാലോ അള്ളാന്റെ മാർഗത്തിൽ. ഈ സമ്പത്തല്ലേ പ്രശ്നം, നിങ്ങൾ എടുത്തോ. അദ്ദേഹം മുഴുവൻ സമ്പത്തും പുഞ്ചിരിയോടുകൂടി അവരെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടക്കുകയാണ് മദീനയിലേക്ക്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സുഹൈബ് നേടി. സുഹൈബിന്റെ കച്ചവടം ലാഭകരമായി. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ബഖറയിലെ 207-ാമത്തെ വചനം ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവതീർണമായത് എന്ന് മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മയ്യശ്രീ നഫ്സഹു, തങ്ങളെ തന്നെ കച്ചവടം ചെയ്യുന്നവർ, തങ്ങളെ തന്നെ വിൽക്കുന്നവർ ഉണ്ട്. ഇബ്തിഗാ മർളാത്തില്ലാ, അല്ലാഹുവിന്റെ പൊരുത്തം തേടിക്കൊണ്ട്, റഹ്മാനായ റബ്ബിന്റെ തൃപ്തി തേടിക്കൊണ്ട് സ്വന്തത്തെ തന്നെ കച്ചവടം ചെയ്യുന്ന ആളുകൾ ഉണ്ട്. അവരെ കുറിച്ച് പറഞ്ഞിടത്താണ് റഹ്മാനായ റബ്ബ് ഈ കാര്യം ഓർമ്മപ്പെടുത്തിയ വല്ലാഹു റഊഫുൻ ബിൽ ഇബാദ്, അല്ലാഹു തന്റെ ദാസന്മാരോട് അത്യധികം ദയയുള്ളവനാകുന്നു എന്ന്. നോക്കൂ നിങ്ങൾ, സുഹൈബ് റളിയല്ലാഹു അൻഹു എന്താ നേടിയത്? അദ്ദേഹം നേടിയത് സമ്പത്തല്ല. അദ്ദേഹം നേടിയത് ആ മക്കയിലെ കച്ചവടത്തിന്റെ വലിയ ശൃംഖലകളല്ല. അത് പൂർണ്ണമായി ഉപേക്ഷിച്ച് തന്റെ ഒട്ടകത്തെ പോലും പിടിച്ചു വെച്ച് നടന്നു നീങ്ങുമ്പോ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന് പ്രതീക്ഷയുണ്ട്. എന്താ പ്രതീക്ഷ? തന്റെ ജീവിതം അള്ളാഹുവിന് കടം കൊടുത്തു. എന്റെ ജീവിതം ഞാൻ അള്ളാഹുവിന് സമർപ്പിച്ചു, റഹ്മാനായ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ജീവിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യാത്രയിലാണ് ഞാനെന്ന് ഉത്തമ ബോധ്യത്തോടു കൂടി യാതൊരു നിരാശയും ബാധിക്കാതെ സുഹൈബ് റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുമ്പോ അദ്ദേഹത്തിന് രണ്ട് കൈയും ശൂന്യമായിരുന്നു. ഒരു ഫിൽസ് പോലുമില്ലാതെ താൻ എടുത്ത വസ്ത്രത്തിന്റെ കൂടെ മാത്രം സഞ്ചരിക്കേണ്ടി വന്ന സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് നേടി, കച്ചവടം ലാഭകരമായി എന്ന്. വിശ്വാസികളെ, ഈ ഒരു പുതിയ വർഷത്തിന്റെ മുമ്പില് ഞാനും നിങ്ങളുമൊക്കെ ജീവനോടെ ഈ പള്ളിയിൽ ഇരിക്കുമ്പോ ചിന്തിക്കുക, നമ്മൾ എന്തേ നേടിയത്? അള്ളാന്റെ അടുത്ത് എന്ത് നേടി? ആധാരമുണ്ടാവാം, ബാങ്ക് ബാലൻസ് ഉണ്ടാവാം, ജോലി ഉണ്ടാവാം, കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടാവാം, ഒക്കെ നല്ല തന്നെ. അത് മുഖേന റഹ്മാനായ റബ്ബിന്റെ തൗഫീഖ് ലഭിക്കുന്ന വല്ലതും കയ്യിലുണ്ടോ എനിക്കെന്ന് ചിന്തിക്കാനാണ് ഈ ദിനത്തെ നാം പ്രയോജനപ്പെടുത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ആരോഗ്യത്തോടു കൂടിയുള്ള യുവത്വത്തെ കുറിച്ചാണ്, ആരോഗ്യമുള്ള ഒരു മനുഷ്യനെ കുറിച്ചാണ്. കാരണം എന്താ അറിയോ? യുവത്വവും ആരോഗ്യവും ഒക്കെ ഒരു നദി പോലെയാണ്. അതുകൊണ്ട് ഒഴുകി അങ്ങോട്ട് പോകും. നമ്മളൊക്കെ സങ്കടപ്പെടാറില്ലേ സഹോദരങ്ങളെ? എത്ര നല്ല ആരോഗ്യമുള്ള സമയമാണ് ഒഴുകിപ്പോയത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് യുവത്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. സ്വർഗം ലഭിക്കുന്ന യുവാക്കളെ കുറിച്ച് പറഞ്ഞെടുത്ത് റഹ്മാനായ റബ്ബിന്റെ റസൂൽ മുത്ത് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഷാബുൻ, അതൊരു യുവാവാണ്, ഇബാദത്തില്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ഇബാദത്തെടുത്ത് അള്ളാന്റെ പള്ളിയുമായി ബന്ധം സ്ഥാപിച്ച് ജീവിച്ച യുവാവ് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ വിചാരണക്ക് വരുമ്പോ അള്ളാഹു അവന് അർശിന്റെ തണല് കൊടുക്കും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോ കരുത്തുറ്റൊരു യുവാവിനെ വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുമ്പോ ഏതാനും യുവാക്കളുടെ ചരിത്രം
റഹ്മാനായ റബ്ബ് പറയുന്നുണ്ട്. എന്തേ പറയാൻ കാരണം? എന്തിനും പോന്ന ആ പ്രായം അള്ളാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് ചെലവഴിച്ചോ എന്നതാണ് അള്ളാഹു ചോദിക്കുന്നത്. പക്ഷേ നമ്മുടെ ഓരോ സെക്കൻഡും മണിക്കൂറുകളും വൃഥാ മൊബൈൽ ഫോണിന്റെ മുമ്പിൽ ഇങ്ങനെ ചെലവാകുക. കണ്ണൊന്ന് ഉയർത്തി പരിസരം പോലും കാണാത്ത മണിക്കൂറുകൾ പാഴായി പോകുമ്പോ ഈ വാക്കുകൾ നമ്മെ വേദനിപ്പിക്കണം സഹോദരങ്ങളെ, വല്ലാതെ വേദനിപ്പിക്കണം, സങ്കടപ്പെടുത്തണം, പൊട്ടിക്കരയണം നമ്മൾ. നാദാ, കഴിഞ്ഞ വർഷം എന്റെ ജീവിതത്തിൽ കടന്നുപോയ മണിക്കൂറുകൾക്ക് ഞാൻ എന്ത് മറുപടി പറയും? ഞാൻ എന്താണ് ഉത്തരം പറയാ? ഒന്നിനും പ്രയോജനപ്പെടാതെ എനിക്കോ എന്റെ കുടുംബത്തിനോ നാടിനോ നാട്ടാർക്കോ സമൂഹത്തിനോ എന്തിന് എന്റെ മനസ്സിന് പോലും പ്രയോജനപ്പെടുത്താത്ത മണിക്കൂറുകൾ ഞാൻ ചെലവഴിച്ചു പോയല്ലോ റഹ്മാനെ എന്ന് പറയുമ്പോ എന്തുത്തരമുണ്ട്? അതാണ് ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ടെന്നറിയോ സമയം ഇങ്ങനെ വെറുതെ പോണത്? പരലോകം സത്യമാണെന്ന ബോധ്യം അതിന്റെ കുറവാണ് സഹോദരങ്ങളെ. അത് നമ്മുടെ മനസ്സിൽ കുറഞ്ഞു പോയതാണ് കാരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കണം. എന്താ മാർഗം എന്നറിയോ? ചിട്ടയുണ്ടെങ്കിലേ പാഴായി പോകാതിരിക്കൂ. എന്തും അങ്ങനെയാണ്. ഒരു വ്യവസ്ഥ ഉണ്ടെങ്കിൽ, ഒരു ചിട്ടയുണ്ടെങ്കിൽ, അത് ഒരു വ്യവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടും. അത് പഠനമായാലും കച്ചവടമായാലും ജോലി എന്താണെങ്കിലും സമ്പത്താണെങ്കിലും അത് ചെലവഴിക്കുന്നിടത്തും ഉണ്ടാക്കുന്നിടത്തും ഒക്കെ ഒരു ചിട്ടുണ്ടാണ് എങ്കിൽ അത് പ്രയോജനപ്പെടുന്നാൽ. നമുക്ക് എത്ര ആയുസ് കിട്ടി എന്ന് അള്ളാഹ് ചോദിക്കൂല. നാളെ 80 അല്ല എനിക്ക് കിട്ടിയത് 90 അല്ല. അള്ളാഹ്ക്ക് ആയുസ് വേണ്ട. കിട്ടിയ ആയുസിൽ നീ എന്ത് ചെയ്തു? കിട്ടിയ ആയുസിൽ നീ എന്ത് ചെയ്തു? ആയുസിന്റെ വലിപ്പം കൊണ്ട് സ്വർഗം കിട്ടൂല. ആയുസിന്റെ വലിപ്പം കുറഞ്ഞതുകൊണ്ട് നരകം കിട്ടൂല. കിട്ടിയ ആയുസ് എന്ത് ചെയ്തു എന്ന് മാത്രമേ അള്ളാഹ് ചോദിക്കുള്ളൂ. അതുകൊണ്ട് കാര്യങ്ങളെ ചിട്ടപ്പെടുത്തിയാൽ ജീവിതം തന്നെ ചിട്ടയായി. അതുകൊണ്ട് സമയം എങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തണം? ഒന്നാമതായി ഇബാദത്തിന്റെ കാര്യം നമ്മുടെ മനസ്സിനെ റീഫ്രഷ് ചെയ്യുന്ന, നമുക്ക് സന്തോഷം നൽകുന്ന നിമിഷങ്ങളായി ഇബാദത്തുകൾ മാറണം. ഒരു സുബഹി ജമാഅത്ത് നിസ്കരിച്ചാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സന്തോഷം, പടച്ചോനെ ഇത് സ്വീകരിക്കണം കേട്ടോ. അടുത്തൊരു ളുഹർ കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടോ? ഫറളും സുന്നത്തും അദ്കാറുകളുമായുള്ള ഒരു ജീവിതം നമുക്കുണ്ടോ? അല്ലാഹ് പറഞ്ഞു, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. മനുഷ്യനെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചത് ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാകുന്നു. കച്ചവടവും കൃഷിയൊക്കെ ആ ഇബാദത്ത് എടുക്കാൻ, സ്വസ്ഥത കിട്ടാനും കുടുംബത്തെ പോറ്റാനുള്ളൊരു മാർഗം മാത്രം. ജീവിതം എന്താ? ഇബാദത്താണ്. അതുകൊണ്ട് സമയം ഒന്നാമതായി ചിട്ടപ്പെടുത്തേണ്ടത് ഇബാദത്താണ്. രണ്ടാമത്തത് എന്താ? ഉപജീവനാണ്. നമ്മുടെ ഉപജീവനം അതൊരു ടെൻഷനുള്ള സമയമാണ്. അത് ഭയങ്കര അസ്വസ്ഥതയാണ്. നമ്മുടെ കീഴിൽ കുറെ മനുഷ്യന്മാരുണ്ടാവും, ഉമ്മ ഉണ്ടാവും, ഉപ്പ ഉണ്ടാവും, ജ്യേഷ്ഠാനുജന്മാരുണ്ടാവും, ചിലപ്പോ ഭാര്യയും മക്കളും വിദ്യാഭ്യാസവും ഒക്കെ ഉണ്ടാവും. അല്ലെ, വല്ലാത്ത ടെൻഷനാ. അള്ളാഹ് പറഞ്ഞു അത് ടെൻഷൻ ഫ്രീ ആണ്. നിനക്ക് ടെൻഷൻ ഉണ്ടാവില്ല. എപ്പോന്നറിയോ? അള്ളാന്റെ അടുത്തേക്കുള്ളൊരു മുതലാണ് ഇതെന്ന് ചിന്തിച്ചാൽ. നിയ്യത്തൊന്ന് മാറ്റിപ്പിടിച്ചാൽ ജോലി പോലും നമുക്ക് സന്തോഷം കൊണ്ടുവന്ന് തരും. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൂടെ ഒരു നല്ല കരുത്തുറ്റ ഒരു യുവാവ് ഇങ്ങനെ പോവാ. അദ്ദേഹം ജോലിക്ക് പോകാണ്. ഉടനെ സഹാബത്ത് ചോദിച്ചു, യാ റസൂലുള്ളാഹി ലൗ കാന ഹാദാ ഫീ സബീലില്ലാഹ്. റസൂലേ, ആ മനുഷ്യൻ അള്ളാന്റെ മാർഗത്തിലാണോ, ജിഹാദിന്റെ മാർഗത്തിലാണോ? ഫഖാല, റസൂലുള്ളാഹി പറഞ്ഞു, ഇൻ കാന ഖറജ ഇസ്ആ അലാ വലദിഹി സിഗാർ. തന്റെ കുഞ്ഞുമക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയാണ് അയാൾ ഇറങ്ങി പുറപ്പെട്ടത് എങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട യോദ്ധാവാണ്. ഒന്നുകൂടി റസൂലുള്ളാഹി പറഞ്ഞു, വ ഇൻ കാന ഖറജ ഇസ്ആ അലാ അബവൈനി ശൈഖൈൻ. വാർദ്ധക്യം ബാധിച്ച മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ ജോലിക്ക് പോകുന്നതെങ്കിൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലെ ധീര പോരാളിയാണ്. ഒന്നുകൂടി റസൂലുള്ളാഹി പറഞ്ഞു, വ ഇൻ കാന ഖറജ യസ്ആ അലാ നഫ്സിഹി അയ്ഖുഹാ വഹുവ ഫീ സബീലില്ലാഹ്. സ്വന്തം ഹറാമില്ലാതെ ഹലാലായി ജീവിക്കാനും കുടുംബം പോറ്റാനാണ് ഇറങ്ങി പുറപ്പെട്ടെങ്കിലും അവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. എന്നിട്ട് റസൂലുള്ളാഹി അതിന്റെ അവസാനത്തെ പറഞ്ഞ വാചകണ്ടല്ലോ, വ ഇൻ കാന ഖറജ, ഒരാൾ പുറപ്പെട്ടു, യസ്ആ, അവൻ കഠിനാധ്വാനം ചെയ്തു, റിയാഅൻ വ മുഫാഖറതൻ, ഒരാൾ ആളടയില് വലിയ പണക്കാരനാണ്, ഞാൻ വലിയ അധ്വാനിയാണ്, അങ്ങനെ പെരുമ നടിക്കാനും അഹങ്കാരം കാണിക്കാനും ഒക്കെയാണ്, സമ്പാദിക്കാനാണ് ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ ഫഹുവ ഫീ സബീലി ശൈത്താൻ, അവൻ പിശാചിന്റെ മാർഗത്തിലാണ്.
നോക്കൂ നിങ്ങൾ, ഞാൻ നിങ്ങളൊക്കെ പണിയെടുക്കുന്നത് പോലും ഒരു ജിഹാദിന്റെ കൂലി കിട്ടാൻ, അള്ളാന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട ഒരു പടയാളിയുടെ കൂലി കിട്ടാൻ പര്യാപ്തമാണ്. നീയത്തൊന്ന് കയറ്റിപ്പിടിച്ചാൽ മതി. ഈ ദുനിയാവിൽ ആൾക്കാരെ കാണിക്കാനോ ആളുകൾക്ക് മുമ്പിൽ വലിയ പെരുമ കാണിക്കാനോ ഒന്നും അല്ല നമ്മളെങ്കിൽ അള്ളാഹ് ഹൈറ് തരും. അത് അള്ളാഹ് പറഞ്ഞ, ഞാൻ ചില വാതിൽ തുറന്ന ആളുകൾ ധാരാളം കിട്ടും, ഞാനെന്റെ അടച്ചുണ്ടല്ലോ അത് തുറക്കാൻ ആർക്കും പറ്റൂല അള്ളാഹ് പറഞ്ഞതാ. ഇതാണ് സമയത്തെ പ്രയോജനപ്പെടുത്തുക എന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം. മൂന്നെന്താ സഹോദരങ്ങളെ, നന്നായി പഠിക്കുക. എന്താ പഠിക്കേണ്ടത്? 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ന്യൂസ് അവർ ഇരുന്ന് കാണുന്ന ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ, അല്ലേ? കേട്ടതന്നെ കേട്ട് കണ്ടതന്നെ കണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ആ കേട്ട വാർത്തനെ പോലെ കേട്ടിരിക്കാന്നല്ലേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ? ഇല്ല. കേൾക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, വാർത്ത കേൾക്കണം, കുറച്ചൊക്കെ അതൊക്കെ ആവശ്യം, ലോകം അറിയണം, അതിലൊന്നും തെറ്റില്ല. പക്ഷേ തന്റെ ഒഴിവുള്ള സമയം മുഴുവൻ അതിനാണ് മാറ്റിവെച്ച് നശിപ്പിക്കുന്ന ആളുകൾ, മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആയ ആളുകൾ. സഹോദരങ്ങളെ, ഒന്ന് ഖുർആൻ പഠിക്കും, ഖുർആൻ ക്ലാസ് പങ്കെടുക്കും, ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് ഹിഫ്ളാക്കി. എത്ര ഹദീസ് അറിയും നിങ്ങൾക്ക് കാണാതെ? അള്ളാന്റെ ഖുർആൻ എന്ന് എത്ര പാടറിയും നിങ്ങൾക്കറിയാം? ഒന്ന് ചോദിച്ചു നോക്കി നമ്മുടെ മനസ്സിനോട്. എന്നിട്ട് അള്ളഹാനോട് സ്വർഗം തരണം എന്ന് പറഞ്ഞാൽ അള്ളാഹ് തരൂ? ഇല്ല. മറ്റൊരു കാര്യം തരയോ? നമ്മുടെ കുടുംബത്തിന്റെ കൂടെ നമ്മൾ ജീവിക്കാം. സഹോദരങ്ങളെ, ഭാര്യമാരോടൊപ്പം ചെലവഴിച്ച സമയം എത്രയുണ്ട്? ഭർത്താവിന്റെ കൂടെ സന്തോഷത്തോടു കൂടി ചെലവഴിച്ച മണിക്കൂർ എത്രയുണ്ട്? അവിടെയും വില്ലൻ മൊബൈൽ ഫോണാണ്, അല്ലെങ്കിൽ നമ്മുടെ യാത്രകളാണ്, നമ്മുടെ സുഹൃത്തുക്കളോടാണ് നമുക്ക് ഏറെ പ്രിയം. അല്ല, സ്വന്തം ഭാര്യയെ സ്നേഹിക്കാനും ഭാര്യയുടെ കൂടെ ജീവിക്കാനും നമ്മൾ കാണണം. നമ്മുടെ കുട്ടികൾ, അല്ലെ, കുട്ടികളോടൊപ്പം ചെലവഴിച്ച മണിക്കൂറും മിനിറ്റും എണ്ണി പറഞ്ഞാണ് നിങ്ങൾ. നമ്മൾ തിരിച്ചു വരുമ്പോൾ മക്കൾ ഉറങ്ങിയിട്ടുണ്ടാവും, നമ്മൾ ഉടനെ മുമ്പ് കുട്ടികൾ മദ്രസക്ക് പോയിട്ടുണ്ടാവും, അല്ലെ? അങ്ങനെ എത്ര മാതാപിതാക്കളുണ്ട്. കുട്ടിയുടെ പല്ല് പോയത് കാണാത്ത, കുട്ടിയുടെ ചുണ്ടിൽ മുറിയായത് കാണാത്ത, കുട്ടിയുടെ സങ്കടം കേൾക്കാത്ത, പനിച്ചതറിയാത്ത എത്ര മാതാപിതാക്കൾ. തിരക്കാണ് നമുക്ക്, തിരക്കാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, എടോ, നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം വലദൻ സ്വാലിഹൻ യദ്ഉ ലഹു, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാണ്. നമുക്കുണ്ടോ? തിരക്കായി പോയില്ലേ സഹോദരങ്ങളെ? മറ്റൊന്നെന്തറിയോ? സമയത്തെ പ്രയോജനപ്പെടുത്തുന്നതിനെ പറ്റി ഞാൻ പറയണേ. കുടുംബ ബന്ധം ചേർക്കുക. ഒരു 10 ദിവസം കൂടുമ്പോഴെങ്കിലും രോഗം ബാധിച്ച് നമ്മളെ ബന്ധുക്കൾ, ഭാര്യയുടെ കുടുംബത്തിൽപ്പെട്ടത്, പിതാവിന്റെ കുടുംബത്തിൽപ്പെട്ടത്, അകന്ന ബന്ധുക്കൾ ഒന്ന് പോയി കണ്ടുകൂടെ നമുക്ക്? ആ മോട്ടോർ സൈക്കിൾ കറങ്ങുമ്പോ ഒന്ന് എവിടെങ്ങളുള്ളതെന്ന് ചോദിച്ചൂടെ? ഒന്ന് ചെന്ന് കണ്ടുകൂടെ? ആ വലത്ത് കൈ ഒന്ന് പിടിച്ച്, ഞാൻ ഇന്ന ആളുടെ മകനാണ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ കണ്ണുകളിൽ ഒരു തിളക്കുണ്ടാവും. ആ ഇരുട്ടത്തിരുന്ന് ആ വീടിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ പ്രയാസപ്പെട്ടിരിക്കുമ്പോ എന്നെ ഒരാൾ അന്വേഷിച്ചു വന്നല്ലോ, ആ നെഞ്ഞത്തൊന്ന് തൊട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്ക്. ആ മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിക്കും. കിട്ടിയോ നമുക്ക്? ഇല്ല. സമയമില്ല എന്ന നമ്മളെ പരാതി. എത്ര രോഗികളുണ്ട് നമ്മളെ ചുറ്റുപാടും, അല്ലേ? എത്ര രോഗികളുണ്ട്, പക്ഷാഘാതം വന്ന് പ്രയാസപ്പെടുന്ന എത്ര സഹോദരങ്ങളുണ്ട്. അള്ളാഹു ശിഫ നൽകുമാറാവട്ടെ. എഴുന്നേൽക്കുമ്പോഴാണ് വലത് കൈയും വലത് കാലും ഒക്കെ തളർന്നു പോയി എത്ര രോഗികളെന്നറിയോ ചുറ്റുപാട്? ക്യാൻസർ പിടിച്ചവർ, മറ്റു മാറാരോഗങ്ങളുള്ളവർ, എത്ര മനുഷ്യന്മാരാണ്. ഒന്ന് കയറി ചെന്ന് സലാം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാൻ അതാ സമയം വേണം. ജനാസ, എത്ര മരണങ്ങൾ നടക്കുന്നു സഹോദരങ്ങളെ. ആ മരണത്തിൽ വെറുതെ എത്തി നോക്കി പോരുന്നതിന് പകരം ഒന്ന് സമയം ഉണ്ടാക്കി ആ മയ്യത്തെടുക്കുമ്പോ ഒപ്പം കൂടെ പോയി ആ കബറിങ്ങന്ന് ചെന്ന് തസ്ബീഹ് ചൊല്ലി 3 പിടി മണ്ണ് വാരിട്ടെ, പടച്ചോനെ എനിക്കും തിരിച്ചു പോരണല്ലോ, ഇങ്ങോട്ടൊന്ന് ചിന്തിക്കുന്ന രൂപത്തിൽ സമയത്തെ പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിയും, അല്ലെ? നാട്ടിലെ നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും എത്ര മാർഗങ്ങളുണ്ട്, അല്ലെ? നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്ക് രാവിലെ എഴുന്നേറ്റ് ഒരു നേർവഴിയോ അല്ലെങ്കിൽ ഒരു പ്രഭാഷണത്തിന്റെ പകുതിയോ ഒരു ഖുർആൻ ആയത്തിന്റെ അർത്ഥമൊക്കെ ഒന്ന് ഫോർവേഡ് ചെയ്ത് ഒരു 50 ആളെ കേൾപ്പിച്ചിട്ട് ജീവിതം തുടങ്ങാൻ നമ്മൾ എത്ര പേർക്ക് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും അവസരമുണ്ട്. പ്രയോജനപ്പെടുത്തിയോ? ഇതാണ് നമുക്ക് കഴിയണം. അവിടെയാണ് ഈ ദിനത്തിന്റെ, ഈ മുഹറം മാസത്തെ കാത്തിരിക്കുമ്പോ, പുതിയൊരു ഹിജ്റ വർഷത്തെ നാം കാത്തിരിക്കുമ്പോ നമ്മുടെ മനസ്സിൽ ഉണ്ടാവേണ്ടുന്ന ചിന്തകൾ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ വിശ്വാസിനികളെ, റഹ്മാനായ റബ്ബിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ
ഓരോ ദിനങ്ങളും പുതുതായി കടന്നു വരുന്ന സന്തോഷങ്ങളും നമുക്ക് നന്മകൾ എങ്ങനെ കൊണ്ടുവരാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. സഹോദരങ്ങളെ, ഒന്നുകൂടി സമയബന്ധിതമായി ജീവിക്കാൻ പറയാനുള്ള ഒരു കാര്യം ഒന്ന് സാമ്പത്തിക കാര്യം തന്നെയാണ്. അതിൽ നമ്മൾ അച്ചടക്കമുള്ളവരായിരിക്കണം. നമ്മുടെ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും നമ്മൾ തിരിച്ചറിയണം. അനാവശ്യം എന്നൊരു വാക്ക് നമ്മുടെ അജണ്ടയിൽ ഇല്ലാതിരിക്കണം. ധൂർത്ത് എന്ന് നമ്മുടെ മനസ്സിനോട് ചോദിക്കണം. സ്വയം ചോദിക്കാം, ഇത് ധൂർത്താണോ, ആവശ്യമാണോ, അത്യാവശ്യമാണോ? അത്യാവശ്യത്തിന് മുൻഗണന കൊടുക്കണം. കാരണം എന്താ അറിയോ, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചതാ, ജീവിതത്തിൽ സാമ്പത്തിക ക്രമീകരണം വേണോ, നീ നിന്നെക്കാൾ കുറഞ്ഞ ആളിലേക്ക് നോക്ക്, മുകളിലേക്ക് നോക്കണ്ട. മുകളിലേക്ക് നോക്കുമ്പോ അവരുടെ സൗകര്യം വേണ്ടി വരും, താഴത്ത് നോക്കുമ്പോ ഞാനായിരിക്കും ഏറ്റവും ഭാഗ്യവാൻ. ഇത് പ്രവാചകന്റെ വാക്കാ. അത് സ്വീകരിച്ചവൻ എന്നും അച്ചടക്കമുണ്ടായ ആളുകളായിട്ടുണ്ട്. മറ്റൊന്നെന്താണെന്നറിയോ സഹോദരങ്ങളെ, ആരോഗ്യം തന്നെയാണ്. ആരോഗ്യം എന്ന് പറയുന്നത് കമസില ഗൈസിൻ അഅജബൽ കുഫാറു നബാതു, അല്ലെ? അള്ളാഹ് കൃഷിയെക്കുറിച്ച്, കൃഷിക്കാരെ കുറിച്ച് പറഞ്ഞ എന്താ അറിയോ, കൃഷിക്കാരൻ ആ മഴ പെയ്ത് സസ്യങ്ങളൊക്കെ, കൃഷിയൊക്കെ മുളച്ചിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അവൻ അത്ഭുതപ്പെടും, വലിയ സമ്പത്തുണ്ട് എന്ന് തോന്നും. പക്ഷേ തുമ്മയഹീജു, പിന്നെ അത് ഉണങ്ങും. ഫതറാഹു മുസ്ഫറ, ഉണങ്ങിയത് മഞ്ഞ കളറായി മാറും. തുമ്മയക്കുൻ ഹുത്താമ, പിന്നെ അത് വൈക്കോൽ തുരുമ്പായി മാറും. തുരുമ്പായിരിക്കും വേണ്ട. നമ്മളൊക്കെ ഏകദേശം തുരുമ്പിന്റെ വക്കത്ത് എത്തിയില്ലേ സഹോദരങ്ങളെ? ആർക്കും വേണ്ടാതായില്ലേ? കടമക്ക് വേണ്ടി നോക്കുക നമ്മളെ. അതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ചു ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിലെ ആയുസ് വളരെ കൃത്യമായി നമ്മൾ പ്രയോജനപ്പെടുത്തണം. മറ്റൊന്നെന്താ അറിയോ, ആരോഗ്യശീലാണ്. മുഅ്മിനുകളെ, സത്യവിശ്വാസികളെ, നമ്മൾ രോഗികളായിട്ട് അള്ളാഹിനോട് പ്രാർത്ഥിച്ച അള്ളാഹ് സ്വീകരിക്കൂലട്ടോ. കാരണം എന്താ അറിയോ, അള്ളാഹ് പറഞ്ഞത് എന്താണ്? മുഅ്മിനുകളെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഹലാലൻ ത്വയ്യിബ, ശുദ്ധമായത്, ഹലാലായത് നല്ലത് പറഞ്ഞത്. ഹലാല് മാത്രല്ല, ത്വയ്യിബായത് നിങ്ങൾ തിന്നാവൂ എന്നാ പറഞ്ഞത്, ഭക്ഷിക്കാവൂ. പ്രവാചകന്മാരോട് അള്ളാഹ് പറഞ്ഞ അതാണ്. മുഅ്മിനുകളെ എന്ന് വിളിച്ചിട്ട് പറഞ്ഞ അതാണ്. നിങ്ങൾ ഹലാലായത് മാത്രല്ല, അതിൽ ത്വയ്യിബായത് തിന്നണം. നമ്മൾ എങ്ങനെ അറിയങ്ങള്? നമ്മള് ഭക്ഷണം വല്ലാതെ മാറിയിട്ടുണ്ട്. നമ്മെ രോഗികളാക്കി തീർക്കുന്ന ഭക്ഷണം മാത്രമാണ് ഇന്ന് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് എന്നെ രോഗിയാക്കെങ്കിൽ അത് അള്ളാഹ് ഇഷ്ടപ്പെടാത്തതാണ് എന്ന് തിരിച്ചറിയാം. അള്ളാന്റെ ഇഷ്ടമല്ലാതെ ഞാനും ജീവിച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്താ പറയുക, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ, ഒരു ആരോഗ്യമുള്ള ദൃഢഗാത്രനായ മുഅ്മിനെയാണ് അള്ളാഹ്ക്ക് ഇഷ്ടം. വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ളഈഫ്, ദുർബലനായ ഒരു മനുഷ്യനേക്കാൾ അള്ളാഹ്ക്ക് ഇഷ്ടം നല്ല കായിക ശക്തിയുള്ള, ആരോഗ്യമുള്ള, എല്ലാവരും ചുറുചുറുക്കുള്ള ഒരാളാണ്. അതിനെന്താ വേണ്ടത്? നമ്മുടെ ഭക്ഷണശീലം പോലും നമ്മളൊന്ന് ആലോചിക്കണം. രാവിലെ എന്ത് കഴിച്ചു, ഇനി രാത്രി 10 മണി വരെ എന്താണ് കഴിക്കണതെന്ന് ഞാനും എന്റെ കുടുംബം ഒന്ന് ചിന്തിക്കണത് നന്നാവും. രോഗിയായിട്ടേ അല്ലാഹുമ്മ റബ്ബന്നാസ് ഇശ്ഫി അൻത ഷാഫി എന്ന് പറയുമ്പോൾ റഹ്മാനായ റബ്ബ് പറയും, നിനക്ക് തന്നൊരു ആരോഗ്യവും സമയവും, നിനക്ക് തന്ന ഹലാലും ഹറാമും എവിടെയെന്ന് നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് ചിന്തിക്കണേ സഹോദരങ്ങളെ, തീരുമാനമെടുക്കാൻ ഈ ദിനങ്ങൾ നമുക്ക് പര്യാപ്തമാകണം. മറ്റൊരു വലിയ വിപത്ത് എന്താണെന്നറിയോ സഹോദരങ്ങളെ, മുഹറം 1 മുതൽ 10 വരെ നെഹസിന്റെ ദിനമായിട്ടാണ് മഹാഭൂരിപക്ഷം മുസ്ലിമീങ്ങളും കൊണ്ടുനടക്കുന്നത്. അത് ഷിയാക്കളുടെ വിശ്വാസമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത കാര്യം. എല്ലാ നന്മകളുടെയും അല്ലെങ്കിൽ ഒന്നാമത്തെ മാസം, അല്ലെങ്കിൽ അള്ളാഹു പവിത്രമാക്കിയ മാസം ഒക്കെ മുഹറം മാസമാണ്. പിന്നെ എങ്ങനെ മുഹറം മാസം മോശമായത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിൽ മൂസാ നബി അലൈഹിസ്സലാമെ ഫിർഔനിന്റെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയ മാസം മുഹറം മാസം. ധാരാളം ചരിത്ര സംഭവങ്ങളുണ്ട്. ഒരിക്കലും നഹസേ അല്ല. ഇത് ജൂതന്മാരുണ്ടാക്കിയതാ, ഷിയാക്കൾ ഉണ്ടാക്കിയതാ. അവർക്ക് ലക്ഷ്യമുണ്ടായിരുന്നു. എന്താണ്? ഹിജ്റ 61 മുഹറം 10 ഉണ്ടായ കർബല യുദ്ധം. അതിൽ ഒരിക്കലും ആ ആശൂറ ദിനത്തിന്റെ വിഷയത്തിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനോ അലി കുടുംബത്തിനോ ഒരു പങ്കുമില്ല. അവർ സത്യത്തിന്റെ മാർഗത്തിലായിരുന്നു. ചില രാഷ്ട്രീയ താല്പര്യങ്ങളുടെ ഭാഗമായി ഉണ്ടായ ചില പ്രയാസങ്ങളാണ്. അത് ഇസ്ലാമിക ലോകത്ത് എന്നും കണ്ണീരോട് കൂടി ഓർക്കുന്ന കർബലയാണ്. അതൊരിക്കലും നെഹസിന്റെയോ തെറ്റിന്റെയോ മാസമല്ല. അതൊരിക്കലും നന്മ മാറ്റി വെക്കേണ്ട മാസമല്ല. വിശദമായി പഠിക്കേണ്ട വിഷയമാണ്. റഹ്മാനായ റബ്ബ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഓരോ നന്മയും ജീവിതത്തിലേക്ക് സ്വീകരിക്കുമ്പോഴാണ് വിശ്വാസികളെ നമ്മൾ മുഅ്മിനുകളാവുക. ഒരു പുതിയ ഹിജ്റ വർഷം കടന്നു വരുമ്പോൾ പുതിയ തീരുമാനം
തീരുമാനങ്ങൾ എടുത്ത് സമയത്ത് പ്രയോജനപ്പെടുത്തി സാമ്പത്തിക അച്ചടക്കം സ്വീകരിച്ചുകൊണ്ട് ആരോഗ്യത്തെ ശ്രദ്ധിച്ച് ഒരു കരുത്തുള്ള മുഅ്മിനായി ഞാൻ മാറുമെന്ന തീരുമാനത്തിലേക്ക് നമുക്കെത്താൻ പറ്റണം. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു നല്ല പ്രവാചക തുല്യമായ ജീവിതം ഞാൻ നയിക്കുമെന്ന തീരുമാനം നമുക്കുണ്ടാവണം. അള്ളാഹു നൽകിയിട്ടുള്ള വെളിച്ചം, വിശുദ്ധ ഖുർആൻ, പ്രവാചകന്റെ തിരുസുന്നത്ത് എന്നാൽ കഴിയും വിധം പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമെന്ന ഉറച്ച തീരുമാനമുണ്ടാകണം. അങ്ങനെ നമുക്കും സഹാബത്തിനെ പോലെ ജീവിക്കാൻ സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആയുസ് പ്രയോജനപ്പെടുത്തി കലിമ ചൊല്ലി മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് റഹ്മാനായ റബ്ബ് ശിഫ നൽകുമാറാവട്ടെ. അത് മുഖേന അവർക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ എല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അവരോടൊപ്പം ആഹ്ലാദത്തിൽ പങ്കെടുക്കാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. والحمد لله رب العالمين.